ചപ്പാത്തി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന പ്രത്യേകതയെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. പക്ഷെ നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി. അത് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴും നല്ല രീതിയിൽ കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും. നമുക്ക് ഒരെണ്ണയും വേണ്ട ചപ്പാത്തി ചുട്ടെടുക്കാൻ പോലും. അപ്പം നമുക്ക് എങ്ങനെയാണ് ആ ചപ്പാത്തി ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ആദ്യം ചപ്പാത്തിയുടെ മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ 3 കപ്പ് മാവ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇട്ടു. അപ്പോൾ ഈ കപ്പിനൊരു 3 കപ്പ് മാവാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഈ 3 കപ്പ് മാവിന് നമുക്കൊരു 15ഓളം ചപ്പാത്തി ചെയ്യാൻ പറ്റും, ഒരു മീഡിയം സൈസിൽ. ഞാൻ കുറച്ചധികം മാവ് എടുക്കുമായിരുന്നു. ഈ ചപ്പാത്തി നമുക്ക് ചെയ്ത് വെച്ചിരുന്നാൽ അടുത്ത ദിവസം വേണമെങ്കിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും, അത് കട്ടിയായിട്ടൊന്നും പോവില്ല. അടുത്ത ദിവസം നമുക്ക് നന്നായിട്ട് അതുപോലെ തന്നെ ചൂടാക്കി എടുത്താൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി തന്നെയായിരിക്കും. അപ്പം ഞാൻ ഇതിനകത്തേക്ക് 3 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്ക് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഈ നമ്മൾ കുഴയ്ക്കുമ്പോൾ വെള്ളത്തിന് കറക്റ്റ് അളവൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ ആ മാവ് ആ ഉപ്പെല്ലാമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാ മാവും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ വെള്ളം ചൂട് വെള്ളമൊന്നും വേണ്ട, സാധാ വെള്ളം തന്നെ, നോർമലായിട്ടുള്ള വെള്ളം മതി. ചൂട് വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ എല്ലാം കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. അഥവാ നിങ്ങൾ കുഴയ്ക്കുമ്പോൾ ഇത് ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് പൊടി കൂടെ ചേർത്ത് അത് കറക്റ്റായിട്ടും കുഴച്ചെടുത്താൽ മതി. കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ട് കുഴയ്ക്കണം, അപ്പോഴേ ആ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വെള്ളം വേണ്ട. ഇപ്പം ഈ ഒരു പരുവത്തിൽ ഞാൻ എല്ലാ മാവും ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വെള്ളം ഒഴിക്കണ്ട, ഇത് അല്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് നല്ല സോഫ്റ്റാക്കി എടുക്കണം മാവ്. കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മളിതിങ്ങനെ കുഴയ്ക്കണം, കാരണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി കിട്ടൂ. ഇപ്പം എണ്ണയൊന്നും ചേർക്കുന്നില്ലല്ലോ നമ്മൾ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ മാവെല്ലാം നന്നായിട്ട് കുഴഞ്ഞ് കഴിഞ്ഞ ശേഷവും നമ്മളൊരു 10-15 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തന്നെ എടുക്കണം. അപ്പോൾ ചപ്പാത്തിയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ചപ്പാത്തി ഉണ്ടാക്കാം. ഇത് ഇനി വയ്ക്കുകയൊന്നും വേണ്ട, ഉടനെ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാം. നമുക്കിത് ഓരോ ബോൾസാക്കി മാറ്റാം. ഓരോ ചപ്പാത്തിക്ക് ഓരോരുത്തരുടെ ചപ്പാത്തിയുടെ വലിപ്പം അനുസരിച്ച് ഓരോ ബോൾസാക്കി എടുക്കണം. അപ്പം നമ്മൾ ബോൾസ് ആക്കുമ്പോൾ തന്നെ നല്ല റൗണ്ട് ഷേപ്പിലെടുത്താൽ നമുക്ക് ചപ്പാത്തി നല്ല ഷേപ്പിൽ കിട്ടും. ഇപ്പോൾ റൗണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ഷേപ്പിൽ ചപ്പാത്തി നല്ല ഷേപ്പിൽ വരും. ബോൾസ് നല്ല റൗണ്ടാണെങ്കിൽ പെട്ടെന്ന് നല്ല ഷേപ്പിൽ കിട്ടും. മാവെല്ലാം നല്ല ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചുട്ടെടുക്കാം. ഇത് പരത്തി ചുട്ടെടുക്കണം. ഇത് പരത്തി ഉടനെ തന്നെ ചുട്ടെടുക്കണം. പരത്തി ഇട്ട് ചുട്ടെടുക്കുമ്പോൾ അത്ര സോഫ്റ്റ് ആവില്ല. പക്ഷേ നമ്മൾ പരത്തുന്നതിനോടൊപ്പം ചപ്പാത്തി ചുട്ടെടുക്കുകയും ചെയ്താൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും. 3 കപ്പ് മാവിൽ എനിക്ക് ഏകദേശം ഇതുപോലെ ഒരു മീഡിയം സൈസിലെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഒരു 16 ബോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇനി ചപ്പാത്തി ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം ഒരു ബോൾ എടുത്ത് നന്നായിട്ട് അത് റൗണ്ട് ആക്കിയിട്ടുണ്ട്.
ഇത് നമുക്കിനി ഇതുപോലെ കൈവച്ചൊന്ന് പരത്തിയ ശേഷം ആ മാവിലൊന്ന്, ഗോതമ്പ് മാവിലൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുക്കണം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് പരത്തിയെടുക്കാം. ഇതിപ്പം നമ്മൾ ഓരോ സൈഡും ഇതുപോലെ നന്നായിട്ട് കനം കുറച്ച് വേണം പരത്താൻ. ഒരുപാട് കനം കുറഞ്ഞും പോകരുത്, ഒരുപാട് കനം കൂടിയും പോകരുത്. ഈ സൈഡൊക്കെ നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇപ്പം നമുക്ക് മാവ് ഇതിനകത്ത് ഒട്ടിപ്പിടിക്കുമെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് ഇതുപോലെ എടുത്ത് ഇങ്ങനെ ഈ ചപ്പാത്തിയുടെ മേളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് മാവ് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യരുത്. കാരണം ഒരുപാട് മാവ് നമ്മളിങ്ങനെ ചപ്പാത്തി പരത്താൻ എടുത്താൽ നമ്മൾ ചപ്പാത്തി പരത്തുന്ന സമയത്ത് അത് കരിയും. ചപ്പാത്തിയുടെ നമ്മൾ എണ്ണയൊന്നും തേക്കാതെ ചുടുന്ന ചപ്പാത്തി ആയതുകൊണ്ട് ആ ചപ്പാത്തി കല്ലിൽ ഇതിങ്ങനെ കരി പിടിക്കും. അഥവാ അങ്ങനെ കരിഞ്ഞ് വന്നാൽ നിങ്ങൾ ഒരു നനഞ്ഞ തുണി കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ആ കല്ലൊന്ന് ക്ലീൻ ചെയ്താൽ മതി. ഞാൻ ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കല്ലും നന്നായിട്ട് ചൂടായി കിടക്കുവാണ്. അപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇത് ഇട്ട ശേഷം കുറച്ച് തീ ഒന്ന് കൂട്ടി വയ്ക്കണം. ഇനി നമുക്ക് അതവിടെ ആ ഒരു സൈഡ് ആവുന്ന സമയത്ത് തന്നെ അടുത്ത ചപ്പാത്തിയുടെ പരത്താം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും ഇത് രണ്ടും കൂടെ ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ആദ്യം എല്ലാ ചപ്പാത്തിയും പരത്തിയ ശേഷം പിന്നെ ചുട്ടെടുത്താൽ മതി. പക്ഷെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് നമ്മൾ ഇട്ട ചപ്പാത്തി തിരിച്ചിട്ട് കൊടുക്കാം. ആ സമയത്ത് തന്നെ നമുക്കിതുപോലെ പരത്തിയെടുക്കാം. തിരിച്ചിട്ട ശേഷം നമുക്ക് തീ ഒന്ന് ലോയിലാക്കി കൊടുക്കാം. പിന്നെ ഈ ചപ്പാത്തി ഇതുപോലെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്ക്. അത് പൊട്ടിപ്പോകരുത്. പൊട്ടിപ്പോകാതെ സൂക്ഷിച്ച് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വരും. സൈഡിലൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ചപ്പാത്തി പൊങ്ങി വരും. ചപ്പാത്തി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ചിടുക. അതിനുശേഷം ഇത് പരത്തിയെടുക്കാം. ഇപ്പം ഷേപ്പൊന്നും ചപ്പാത്തിക്ക് വേണമെന്നൊന്നുമില്ല. ഷേപ്പിൽ വരുവാണെങ്കിൽ കൊള്ളാം. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പലപ്പോഴും ഷേപ്പൊന്നും അങ്ങനെ വരാറില്ല. പക്ഷെ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും. അടുത്ത ചപ്പാത്തി ഞാൻ പരത്തി കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ മുകളിലിരിക്കുന്ന മാവൊക്കെ ഇതുപോലെ ഒന്ന് തൂത്ത് കളയാം. അപ്പോൾ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി. ഇനി ഇട്ടിരുന്നാൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ മേളിൽ കുറച്ച് മാവായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇങ്ങനെ തുടച്ച് കളയുവാണ്. കോട്ടൺ തുണി വെച്ച് ഇങ്ങനെ തുടച്ച് കളഞ്ഞാൽ മതി നനഞ്ഞ്. നമുക്ക് അടുത്ത ചപ്പാത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം. ഇതുപോലെ ഓരോ ചപ്പാത്തിയും നമ്മൾ ചുട്ടെടുക്കുന്നതനുസരിച്ച് പരത്തിയും കൊടുത്തോണ്ടിരുന്നാൽ മതി. ഇപ്പോൾ ഒരു ചപ്പാത്തിയും കൂടെ ഞാൻ പരത്തി കാണിക്കാം. ഓരോ സൈഡും ഇതുപോലെ തിരിച്ച് പരത്തിയാൽ മതി. ഇതിൽ ഒട്ടും എണ്ണ ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾ കണ്ടതുപോലെ തന്നെയാണ്.
ഒട്ടും എണ്ണ ചേർത്തിട്ടില്ല. കുഴയ്ക്കുമ്പോഴും ചപ്പാത്തി കുഴയ്ക്കുമ്പോഴും ചുട്ടെടുക്കുമ്പോഴും ഒന്നും ഒട്ടും എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ ചപ്പാത്തി ഞാൻ പരത്തി കഴിഞ്ഞു. അപ്പോൾ ഈ ചപ്പാത്തി പരത്തുന്ന സമയത്ത് തീ കുറച്ച് ഇട്ടിരുന്നാൽ മതി, അപ്പോൾ കരിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ആ ചപ്പാത്തി പരത്തി കഴിഞ്ഞ സമയത്ത് നമുക്ക് തീ കൂട്ടി വെച്ച് ഇതുപോലെ ചപ്പാത്തി ഇത് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് ഇടാനുള്ള ചപ്പാത്തി അവിടെയാവും. ഇത് നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും കിട്ടും നമുക്ക്. അപ്പോൾ ആദ്യമൊക്കെ ഇത് ചെയ്യുന്നവർ ഒരുപാട് മാവെടുത്ത് ചെയ്യാതെ കുറച്ച് മാവിൽ ചെയ്ത് നോക്കുക. 1 കപ്പോ 1.5 കപ്പോ മാവെടുത്തിട്ട് ആദ്യമൊക്കെ ചെയ്യുന്നവർ ചെയ്ത് നോക്കുക. കാരണം ഒരുപാട് മാവായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാൻ പാടായിരിക്കും ചപ്പാത്തിയുടെ മാവ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ചെയ്യുന്നവർ നന്നായിട്ട് കുറച്ച് മാവിൽ ചെയ്തെടുക്കുക. ചപ്പാത്തി നന്നായിട്ട് പൊള്ളി വരുന്നത് കണ്ടോ നിങ്ങൾ? ക്യാമറയിൽ അത് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. നന്നായിട്ട് ഇപ്പം ക്യാമറയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. നന്നായിട്ട് ഫുള്ള് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ കാസറോളിൽ തന്നെ വെച്ചേക്കുവാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചപ്പാത്തി കാണിച്ചു തരാം. അപ്പം നല്ല ചൂടുണ്ട്. അപ്പം ചപ്പാത്തി ഇത് ഇങ്ങനെ നമ്മൾ കീറി നോക്കിയാൽ കണ്ടോ, അപ്പം നല്ല ലെയറായിട്ട് ഇതുപോലെ ലെയറായിട്ട് വരും ചപ്പാത്തി. നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്. അപ്പം നമ്മൾ ചപ്പാത്തി ഇതുപോലെ നല്ല ലെയറായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും ചപ്പാത്തി. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.